ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 സീറ്റ് BJPക്ക് കിട്ടി, അത് പ്രതീക്ഷിച്ചിരുന്നു? അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ 45 സീറ്റിന് മുകളിൽ ഉറപ്പായിട്ട് കിട്ടും. അതൊരു 50-50 വരെ പോകാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം അവിടെയാണൊരു നിങ്ങൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ എത്രത്തോളം നിരീക്ഷിച്ചു എന്ന് എനിക്ക് മനസ്സിലാവില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീലിമിറ്റേഷൻ നടന്നു. എന്തായിരുന്നു ഈ ഡീലിമിറ്റേഷൻ്റെ ഉദ്ദേശം? ഈ ഡീലിമിറ്റേഷൻ്റെ ഉദ്ദേശം തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരം പാർലമെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 72 വാർഡുകൾ ഞങ്ങൾ ലീഡ് ചെയ്തു. 72 ഞങ്ങൾ ലീഡ് ചെയ്തു. 27 വാർഡുകളിൽ 72 വാർഡിൽ ഞങ്ങൾ ലീഡ് ചെയ്തു. ഒരു വാർഡിൽ CPM ലീഡ് ചെയ്തു, കാട്ടായിക്കോണം വാർഡ് മാത്രം. ബാക്കിയെല്ലാം കോൺഗ്രസ് UDF ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ CPMന് തുടങ്ങിയ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇവർ ഈ ഡീലിമിറ്റേഷൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ബൂത്തുകൾ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ചില വാർഡുകളിലേക്ക് ചേർത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ മുട്ടത്തറ വാർഡ്, ആ വാർഡിനെ തന്നെ ഇല്ലാതാക്കിയിട്ട് മുട്ടത്തറ വാർഡിൽ BJPക്ക് നല്ല വോട്ട് കിട്ടുന്ന 1-2 ബൂത്ത് എടുത്തിട്ട് ഭീമാപള്ളിയിലോട്ടിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭീമാപള്ളിയിൽ അപ്പുറത്തെ ഭാഗത്ത് 5000-10000 വോട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 3000 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും BJP ജയിക്കില്ല. അപ്പോൾ ഇപ്പുറത്ത് നഷ്ടപ്പെടുകയും ചെയ്തു, അപ്പുറത്ത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഇനി ഇങ്ങനെ 100 വാർഡിലും അവർ പദ്ധതികൾ തയ്യാറാക്കി. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തത് ഈ CPMനോടാണ് ഫൈറ്റ് ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇടപെട്ടു. ഓരോ ദിവസവും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ 35 കൗൺസിലർമാരും കോർപ്പറേഷനിൽ ഹാജരായിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ രാഷ്ട്രീയമായും നിയമപരമായുള്ള സമ്മതി എല്ലാ ദിവസവും വിവരാവകാശം കൊടുക്കുക. ഇവർ ചെയ്യുന്ന തെറ്റായ ഓരോ കാര്യത്തിലൂടെ തടസ്സപ്പെടുത്തുക, ധർണ നടത്തേണ്ടത് ധർണ നടത്തുക. അങ്ങനെ 1.5-2 വർഷം ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധം. ഡീലിമിറ്റേഷൻ്റെ ഉത്തരവ് വന്ന് ആദ്യത്തെ ദിവസം ഞങ്ങളതിൻ്റെ സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഷാജാൻ സാറിനെയും കണ്ടിട്ട് ഞങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു. അങ്ങനെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് വരെ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ 22 വാർഡാണ് ഉണ്ടായിരുന്നത്. CPM 28 വാർഡാക്കി. വേറെ ഒരിടത്തും അങ്ങനെ കൂട്ടിയില്ല. നേമത്ത് 1 കൂട്ടിയത്. നേമത്ത് 21-22 ആക്കിയപ്പോൾ കഴക്കൂട്ടം 22-28 ആക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർ 4-5 വാർഡ് കുറച്ചു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 1 വാർഡ് കുറച്ചു, പകരം 1 വാർഡ് കൂട്ടി. എന്നാൽ കഴക്കൂട്ടം, അപ്പോൾ ഞങ്ങൾക്കറിയാം കഴക്കൂട്ടത്ത് പൊളിറ്റിക്കൽ സ്റ്റേക്ക് CPM കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്രദേശങ്ങൾ ശക്തമായിട്ട് കഴക്കൂട്ടത്ത് BJP ഭയങ്കരമായിട്ടൊരു മുന്നേറ്റം നടത്തി. ഞാൻ പറഞ്ഞതാണ്, CPM അങ്ങനെ പരിശ്രമം നടത്തിയപ്പോൾ അതിൻ്റെ ചിലരൊക്കെ ഒരു ആക്ഷേപം പോലെ പറയുന്നുണ്ട്, ചില അന്തർധാരകളുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ച് സഹായിക്കാം. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം, ഞങ്ങളുടെ ഈ ഡീലിമിറ്റേഷൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. CPM നമ്മൾ പറയാറുണ്ടല്ലോ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന്. CPM ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് BJP പരാജയപ്പെടുത്തുമെന്നുള്ള ഉദ്ദേശമാണോ എന്ന ഒരു ഘടകം. അത് CPMന് തന്നെ വിനയായി വളഞ്ഞ വഴിയിലൂടെ ജയിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 14 സീറ്റ് ജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ മേയർ വളരെ വിമർശന വിധേയമായിരുന്നു, വ്യക്തിപരമായിട്ടല്ല, അല്ലാതെ ഭരണകാര്യങ്ങളിൽ. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അല്ല, അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തോ? അല്ല, അവരുടെ പീരീഡ് ഇപ്പോൾ കഴിഞ്ഞു. ഒരുപാട് ചർച്ച ചെയ്താണ്. ഞാൻ ഈ അക്കാര്യങ്ങളിൽ മുൻ ഭരണാധികാരിയെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് ഞാൻ പറയുന്നില്ല. ആശയപരമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു, വ്യക്തികളുടെ ഒരു വിയോജിപ്പില്ല, ആശയപരമായ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് നമുക്ക് പ്രകടിപ്പിക്കും. പല അഴിമതി ആരോപണങ്ങളും ഈ കാലയളവിൽ കൊണ്ടുവന്നു, താങ്കൾ ഉൾപ്പെടെ, കൗൺസിലിൽ ഉൾപ്പെടെ. പക്ഷേ പിന്നീട് രാജീവ് ചന്ദ്രശേഖർജി തന്നെ അത് വലിയ രീതിയിലൊരു ആരോപണമായിട്ട് നിരന്തരം ഉന്നയിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളിൽ പുതിയ മേയറുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഉൾപ്പെടെ അക്കാര്യങ്ങളുള്ള വസ്തുതകൾ പരിശോധിക്കും. താൽക്കാലിക ജീവനക്കാരായിട്ട് തന്നെ ഒരുപാട് നിയമനം നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള സമീപനം എന്തായിരിക്കും? അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചില്ല. പക്ഷേ ഒരു കാര്യമുള്ളൂ, അതിൽ 1-2 കാര്യങ്ങൾ വളരെ ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണം. ഞാൻ നേരത്തെ ഞങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ VV രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മേയർക്ക് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, സിസ്റ്റം ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ജോലി ചെയ്യാൻ തയ്യാറാകണം. അതുപോലെ തന്നെയാണ് രാവിലെ 10 മണിക്കാണ് ഓഫീസ് ടൈമെങ്കിൽ അവർ 10 മണി തൊട്ട് 5 മണി വരെ അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ ഉണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാം നല്ലൊരു ശതമാനം പാവപ്പെട്ട, ഇപ്പം ഞാൻ പൂജപ്പുര കൗൺസിലർ, വളരെ പട്ടിണി പാവങ്ങളൊക്കെയാണ്. അവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പം നല്ല യൂണിയൻ പ്രവർത്തനമുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തനമുള്ള മേഖലയാണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരുടെ സംഘടനാ പ്രവർത്തനത്തെ, അവരുടെ ആശയത്തെ, അവരുടെ നേതൃത്വത്തെ, പരിചയസമ്പത്തിനെയൊക്കെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ പരിചയസമ്പത്തൊക്കെ തന്നെ ചേർത്ത് നിർത്തി വിശ്വാസത്തിലെടുത്ത് മുതൽക്കൂട്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെ ജീവനക്കാർ
ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. എന്നാൽ വളരെ കുറച്ച് പേര് അവിടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ജനങ്ങളെ ഇട്ട് നടത്തിക്കുക, അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറുക, അവരെയൊക്കെ നിലയ്ക്ക് നിർത്തുക മേയർ. അതായത് ഈ നിലയ്ക്ക് നിർത്തുന്ന പരിപാടിയൊന്നും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ അധികാരം പ്രയോഗിക്കുന്നത് ആവശ്യത്തിന് മാത്രം മിനിമം ആയിരിക്കണം എന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. എല്ലാ കാര്യത്തിലും അധികാരം പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. സമന്വയത്തിൻ്റെ പാതയാണ്. അല്ല, പരമാവധി അതായിരിക്കും നല്ലത്. നമുക്ക് നമ്മുടെ എനർജി പരമാവധി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തന്നെ സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെയും പാത പ്രയോജനപ്പെടുത്തി ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ മുൻപിൽ ഒരു ആവശ്യവുമായി കൈനീട്ടി ഒരാൾ വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സാധിക്കാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ഒരാൾ നികുതി അടയ്ക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ ചിലപ്പോൾ ഒരു കോടതിയിൽ നിന്ന് ഒരു കേസിൻ്റെ ജാമ്യം എടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ സാങ്ഷൻ വാങ്ങിക്കാനായിരിക്കും. അല്ലാതെ വെറുതെ ടാക്സ് റെസിപ്റ്റ് കൊണ്ട് അടച്ച് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് 5% ആൾക്കാരെ തയ്യാറാവുള്ളൂ. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. അവനൊരു 10 ദിവസം നമ്മൾ നടത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള സമീപനമായിരിക്കും. ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ താങ്കൾ ആദ്യം തന്നെ UDF-ൻ്റെയും LDF-ൻ്റെയും നേതാക്കൾ, ഇപ്പം ഉദാഹരണത്തിന് ശബരിനാഥനെയും ദീപക്കിനെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ, അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാൻ, അല്ലെ അവർക്ക് പറയാനൊരു അവസരം കൂടി കൊടുത്ത് പൊതുവേ കാണുന്ന ഒരു കാര്യമല്ല. അന്നേരം ഇവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരിക്കും. തീർച്ചയായും. ശബരിനാഥൻ ആരാ? ശബരിനാഥൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായിട്ട് വായിക്കുമായിരുന്ന, ഏറ്റവും നല്ല അനുഭവ സമ്പത്തുള്ള G. കാർത്തികേയൻ്റെ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ശബരിനാഥൻ നല്ല വിദ്യാസമ്പന്നനാണ്. ഞാനിന്നുവരെ അസംബ്ലിയിൽ രാജേട്ടൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയി കണ്ടിട്ടുള്ളത്, ഇന്നുവരെ കയറിയിട്ടില്ല. 2 ടേം നന്നായിട്ട് വിജയിച്ച വ്യക്തിയാണ്. കയറാൻ അവസരം വരും. വിജയിച്ച എന്തുകൊണ്ട് ശബരിനാഥൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് ശക്തമായിട്ട് ഇടപെടാൻ തയ്യാറുള്ള നേതാവാണ്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം. ദീപക് SFIയുടെ സിറ്റി പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ തന്നെ എനിക്ക് ദീപക്, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് വിയോജിക്കാം. പക്ഷേ അദ്ദേഹത്തിന് കോർപ്പറേഷനിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അക്കാര്യങ്ങൾക്ക് ഒരിക്കലും തന്നെ ഒരു മറ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ദീർഘകാലത്തെ പരിചയമുണ്ട്, ഇപ്പോൾ പ്രവർത്തന പരിചയം, രാഷ്ട്രീയ നേതാവ്, ജില്ലാ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പദവികൾ വഹിച്ച്. ആ നിലയ്ക്ക് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം രാഷ്ട്രീയ അതീതമായി ഉണ്ടാവും നേരത്തെ തൊട്ട്? അതെനിക്ക് കൗൺസിലുള്ള എനിക്ക് തോന്നുന്നു 30-40% BJP കൗൺസിലർമാരല്ലാത്ത LDF UDF കൗൺസിലർമാരുമായിട്ട് വ്യക്തിബന്ധം എനിക്കുണ്ട്. ഇപ്പോൾ രാഖി രവികുമാറും ഞങ്ങളൊക്കെ ഒരുമിച്ച് 10-15 വർഷം തിരുവനന്തപുരം കോളേജിൽ പ്രാക്ടീസ് ചെയ്തതാണ്. രാഖി രവികുമാർ KP ജയചന്ദ്രൻ സാറിൻ്റെ ഓഫീസിലായിരുന്നു. AISF SFI സമയം മുതൽ തന്നെ ഞാൻ AVP യുവമോർച്ചയ്ക്കായിരുന്നു, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ അവിടെ മുൻ മേയർ ബഹുമാനപ്പെട്ട ശ്രീകുമാരേട്ടനായിട്ട് പരിചയമുണ്ട്. ഇവിടെ ബഞ്ചൂർ ബാബു, അദ്ദേഹത്തിൻ്റെ വാർഡിൻ്റെ കൗൺസിലറാണ്. അതുപോലെ തന്നെ ആ നിരയിലിരിക്കുന്ന ഒരുവിധപ്പെട്ട ഷാജിദാൻ നാസറുണ്ട്, 10-25 വർഷം കൗൺസിലറായിട്ടുള്ള CPM-ൻ്റെ നേതാവാണ്. ഇങ്ങനെ ഉള്ള മേരി പുഷ്പം കോൺഗ്രസിൻ്റെ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു 30-40% പേർ പ്രതിപക്ഷ നിരയിലിരിക്കുന്നവർ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ സൗഹൃദമൊക്കെ ആശയപരമായിട്ട്, ആ സൗഹൃദവും ആശയപരമായുള്ള വ്യത്യസ്ത അഭിപ്രായം അവിടെ അത് തമ്മിൽ കൂട്ടുകലർത്തില്ല. പക്ഷേ അപ്പോൾ അവരുടെ വാർഡിൽ മുന്നേറ്റം ഉണ്ടാവണമല്ലോ. അവരും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ വാർഡിനെ വികസിപ്പിക്കാം, അതിന് ഞങ്ങൾ സഹായം നൽകിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ യോജിക്കാം. വാർഡുകളുടെ വികസനത്തിൽ രാഷ്ട്രീയം നോക്കില്ല. 101 വാർഡ് ഒരുമിച്ച്. അതിനൊരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്കയായിട്ട് നടത്തുന്നു. BJP കൗൺസിലർമാർ ജയിച്ച 50 വാർഡിൽ മാത്രം വേസ്റ്റ് നിർമ്മാർജ്ജനം നടത്തിയാൽ കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണം നടന്നെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ 50 വാർഡിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ തെരുവുനായ ശൈലി അവസാനിച്ചെന്ന് പറയാൻ സാധിക്കും. 101 വാർഡിലും ഒരുപോലെ ഒറ്റ യൂണിറ്റായി ഓരോ വാർഡിൻ്റെയും പശ്ചാത്തലം മറ്റൊന്നായിരിക്കും. ഇപ്പോൾ കടലോര മേഖലയിലെ വാർഡുകളുടെ പ്രശ്നം അവിടുത്തെ കടലാക്രമണമാണ്, മത്സ്യത്തൊഴിലാളി ദൈനംദിനം. എന്നാൽ അതായിരിക്കില്ല പൂജപ്പുറത്തെ പ്രശ്നം. ഓരോ വാർഡിൻ്റെയും പ്രശ്നം ഓരോന്നായിരിക്കും, പക്ഷേ സമീപനം ഒന്നായിരിക്കും. അതിൽ യാതൊരു വ്യത്യാസം. താങ്കളുടെ ഈ ഒരു സൗഹൃദ ബന്ധം, ദീർഘകാലത്തെ പരിചയ സമ്പത്ത്, ഇതൊക്കെ ആയിരിക്കുമോ താങ്കളെ മേയറായി പരിഗണിക്കാൻ കാരണം? ആദ്യം ഇങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നത് മുൻ DGP ശ്രീമതി ശ്രീലേഖ മാഡം മേയറായി വരത്തില്ല, വരും എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴും പുതിയതായിട്ട് വരുന്ന വാർത്ത 2 എണ്ണമാണ്. ഒന്ന്, ശ്രീലേഖ മാഡം അതൃപ്തിയിലാണ്, RSS ഇടപെട്ടുകൊണ്ടാണ് അങ്ങ് മേയറായത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയും? അതിൽ ഞാൻ തുടക്കത്തിൽ RSS ഇത്തരത്തിലുള്ള BJPയുടെ മേയർ സ്ഥാനാർത്ഥി തന്നെ ഇങ്ങനെ ഒരു ചർച്ചയിലും RSS ഇടപെടില്ല. അതിൽ യാതൊരു ആശങ്ക വേണ്ട. RSSന് വർഷം മുഴുവനും നീണ്ടി, ഇപ്പോൾ അത് 100ാം വാർഷികം കൂടിയാണ്. അവർക്ക് വലിയ പരിപാടികളുണ്ട്. 1-2 വർഷം മുമ്പ് തീരുമാനം, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കണ്ടിട്ട് RSSൻ്റെ പരിപാടികളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. RSS ഒരു 1-2 വർഷം നേരത്തെ തന്നെയാണ് RSSൻ്റെ പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നത്. ഒരു ഇടപെടലും RSSൻ്റെ ഭാഗത്ത് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വിജയത്തിൽ RSSന് റോളുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണം.
ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രഖ്യാപന നിലപാട് സംഘം എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനം സംഘത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം സംഘപ്രവർത്തകർ ഏറ്റെടുക്കും. വോട്ട് ചേർക്കാനോ മറ്റൊന്നുമില്ല, പരമാവധി വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാനുള്ള പ്രചോദനം അവർ നൽകും. അങ്ങനെയുള്ള ചില ഇടപെടലുകൾ, ചില സമീപനങ്ങൾ, അത് ജനാധിപത്യത്തെ കരുത്താർജിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇടപെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വോട്ട് ചെയ്യിക്കണം എന്നുള്ള സംഘത്തിൻ്റെ ആഹ്വാനം. അതിലപ്പുറം സ്ഥാനാർത്ഥി ഈ 100 വാർഡിലെയും 101 വാർഡിലെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിലോ അല്ലെങ്കിൽ മേയർ, ഡെപ്യൂട്ടി മേയറൊക്കെ തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല. പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ പേരുകൾ, അതെനിക്ക് തോന്നുന്നു നിരവധി പേരുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക മാഡം അതൃപ്തിയിലാണോ? എനിക്കങ്ങനെ ഇന്നലെ വൈകുന്നേരം ആശാനാഥൻ ഞാൻ കൂടെ പോയി അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണല്ലോ ഞങ്ങൾ നിരവധി മുതിർന്ന നേതാക്കന്മാരെ കണ്ടിരുന്നു. ഇന്നലെ രാവിലെ ഓ രാജേട്ടനെ കണ്ടു. അതിനുശേഷം വൈകുന്നേരം സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് സ്റ്റേറ്റ് ഓഫീസിൽ പോയി സംസ്ഥാന അധ്യക്ഷനെ കണ്ടിട്ട് ശ്രീലങ്ക ചേച്ചിയുടെ വീട്ടിൽ പോയി ഒരു ഡോക്ടറുമായിട്ടും ചേച്ചിയുമായിട്ടും ഒക്കെ തന്നെ ഒരു 15-20 മിനിറ്റോളം സംസാരിച്ച് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞത്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. അന്നേരം അവിടെ ഇനിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ, ഇനി താങ്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കോർപ്പറേഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പരമാവധി സമയം വർക്ക് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ള എൻ്റെ മനസ്സിലുള്ളത്. അല്ല, ഒരു ലക്ഷ്യം പാർട്ടി ഏൽപ്പിച്ചിട്ട് 3 മാസം കഴിയുമ്പോഴേക്കും പോയി നിയമസഭ മത്സരിക്കണമെന്നുള്ള ചിന്തയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. പൊതുവേ നോക്കുമ്പോൾ കേരളത്തിൽ തലസ്ഥാനം പിടിച്ചത് വലിയ നേട്ടമാണെങ്കിലും പന്തളം നഗരസഭ കയ്യിൽ നിന്ന് പോയി. തൃശ്ശൂർ വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. വിജയ ശതമാനത്തിൽ തന്നെ താഴോട്ട് ഇടിവുണ്ടായി. ഇതൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും BJP മറികടക്കാൻ? ഇല്ല, ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പാറ്റേൺ ആണ്. പാർലമെൻറ്റും അത് അങ്ങനെ തന്നെ അറിയാമല്ലോ, നിയമസഭയും അതുപോലെ പഞ്ചായത്തും ഒക്കെ തന്നെ ഓരോ പാറ്റേൺ ആണ്. നിയമസഭയിൽ ഇതൊന്നും ആയിരിക്കാം. നിയമസഭയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? LDFന് ഓൾട്ടർനേറ്റീവ് UDF അല്ല എന്നുള്ളൊരു ബോധ്യം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. BJP ആണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ജനങ്ങൾ BJP വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട്. ഇത് കേരളം മുഴുവനും വരാൻ പോകുന്ന ദിവസങ്ങൾ തിരുവനന്തപുരത്തെ പശ്ചാത്തലമായിക്കൊണ്ട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറായിട്ട് താങ്കൾ ചുമതലയേറ്റു കഴിഞ്ഞു. അത് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയൊരു വെല്ലുവിളി കൂടിയല്ലേ? ഇവിടുത്തെ ഒരു മോഡൽ കണ്ടിട്ടായിരിക്കത്തില്ലേ BJPക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ BJP എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവരും വാച്ച് ചെയ്യല്ലേ? ഞാനത് ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ പറഞ്ഞു. അതായത് നേരത്തെ താങ്കളോട് പറഞ്ഞല്ലേ, ഞങ്ങളുടെ പ്രസ്ഥാനം അത് BMS ആവട്ടെ, RSS ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനമാണ് കേരളത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാതെ പ്രവർത്തിച്ചിട്ടുള്ളത്? ഇതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ബേസിക് യൂണിറ്റിൽ ABVP ആണെന്നുണ്ടെങ്കിൽ കോളേജ് യൂണിറ്റ് അല്ലെങ്കിൽ സ്ഥാനീയ സമിതികളുണ്ട്, BMS ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനീയ സമിതികളുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോഴേക്ക് ആദ്യം പഠിപ്പിക്കുന്നത്, ആദ്യം ഞങ്ങളോട് മുതിർന്നവർ പറഞ്ഞിരുന്നു വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്നാണ്. എനിക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു ഓരോ വെല്ലുവിളിയും തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. അങ്ങനെ വെല്ലുവിളിയെ ഇതിനെ നേരിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഇത് ABVP ദിനങ്ങളിൽ തന്നെ ശീലിച്ചത് കൊണ്ടാണ്, ഈ വെല്ലുവിളി അവസരങ്ങളാക്കി മാറ്റിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ 5 വർഷം സംസ്ഥാനം ഭരിക്കുന്ന CPM, കോർപ്പറേഷൻ ഭരിക്കുന്ന CPM, യൂണിയൻ മുഴുവൻ CPMൻ്റേത്, പോലീസ് CPMൻ്റെ നിയന്ത്രണത്തിൽ. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ മാസങ്ങളോളം തുടർച്ചയായിട്ട് സമരം ചെയ്ത് ഒടുവിൽ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി 2 സംസ്ഥാന മന്ത്രിമാർ, MP രാജേഷ്, ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന സാഹചര്യം വന്നത്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എന്താണ്, ഒരു 35 കൗൺസിലർമാരും കുറേ പാർട്ടി പ്രവർത്തകരും. അപ്പോൾ അത് ആ ഉണ്ടായ വെല്ലുവിളി ഈ ഇച്ഛാശക്തി കൊണ്ട് നേരിടാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്ന് ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഭരണത്തിൻ്റെ സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഞാൻ സാധിക്കും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് പറയുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാർ നഗരസഭയെ ഞെരുക്കും എന്നൊരു ആശങ്കയുണ്ടോ? അങ്ങനെ യാതൊരു ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ യാതൊരു ആശങ്കയുമില്ല. കോർപ്പറേഷൻ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നൽകുമെന്നത് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഒരു പാർട്ടിക്കല്ലല്ലോ നൽകുന്നത് ജനങ്ങൾക്കാണല്ലോ നൽകുന്നത്. അത് കൃത്യമായി നൽകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പല കേന്ദ്ര ഫണ്ടുകളും തദ്ദേശ മേഖലയിലുണ്ട്, അത് ലഭ്യമാക്കാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ഉത്തരവാദിത്തം കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഡൽഹിയിൽ പോകണം, പദ്ധതികൾ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ജോർജ് കുര്യനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പല പദ്ധതികളും പണം തരാം, പക്ഷേ 40% നിങ്ങൾ മുടക്കണം. 60% കേന്ദ്രം തരുമ്പോൾ 40% നിങ്ങൾ മുടക്കണം ചില പദ്ധതികളിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫണ്ട് എങ്ങനെ കണ്ടെത്താം. ഇനി സംസ്ഥാന സർക്കാർ തരേണ്ട ന്യായമായ കാര്യങ്ങൾ തന്നില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ നേടിയെടുക്കാമെന്ന് ഞങ്ങൾ പരിശോധിക്കും.
ഇപ്പോൾ മോദിജിയുടെ ഒരു വരവ് ഇനിയിപ്പോൾ അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അത് ഈ ഒരു നഗരസഭാ ഭരണത്തിന് വലിയൊരു കുതിപ്പായി മാറും. തീർച്ചയായിട്ടും മോഡിജിയുടെ ഓരോ സാന്നിധ്യവും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വലിയൊരു തരംഗമുണ്ടാക്കും. പ്രത്യേകിച്ചും കോർപ്പറേഷൻ ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടി കൂടുതൽ രാഷ്ട്രീയമായി ഇടപെടാൻ പറ്റുന്ന ഒരു സംവിധാനം വന്ന സ്ഥിതിക്ക് നരേന്ദ്രമോദിയെ കൂടുതൽ അറ്റൻഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോഴേക്കും അത് തിരുവനന്തപുരത്തിൻ്റെ നല്ല കേരളത്തിൻ്റെയും, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, വിഴിഞ്ഞത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കും, വിഴിഞ്ഞം IT സെക്ടറൊക്കെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചാൽ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ്ഘടന മെച്ചപ്പെടുന്നതിൽ അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. നേരത്തെ ഇപ്പം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. പണ്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുദ്ധിയുള്ള ഒരു നല്ല ശുചിത്വത്തിൽ മുന്നിൽ നിന്ന ഒരു നഗരമായിരുന്നു. ആ രീതിയിൽ നഗരത്തിൻ്റെ ഒരു മുഖ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും. മുഖ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. പക്ഷേ മുഖസൗന്ദര്യം മെച്ചപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ ചെടികൾ വയ്ക്കുന്നു, കുറേ പാലത്തിൻ്റെ അടിയിൽ പെയിൻ്റ് അടിക്കുന്നു, കളർ ലൈറ്റുകൾ വയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ ലവ് എംബ്ലം ഒട്ടിക്കുന്നു, ഐ ലവ് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പട്ടികടിയും അവരും വാരി കൂട്ടി മഴ പെയ്യുമ്പോൾ വെള്ളവും പൊക്കി കഴിഞ്ഞാൽ അത് മനോഹരമായെന്ന് പറയാൻ സാധിക്കും. ആദ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ പണം, ഈ പാലത്തിൻ്റെ അടിയിൽ പെയിൻ്റ് അടിച്ചത് കൊണ്ട് കുറേ പണം ചിലവഴിച്ചായിട്ട് കാണിക്കാമെന്നുള്ളതിലുപരി നമ്മുടെ മാലിന്യ പ്രശ്നം മാറുകയില്ല. ഈ പാലത്തിൻ്റെ അടിയിൽ മുഴുവൻ ചവറായിരിക്കും, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മനോഹരമാക്കുന്നതിൽ പോയി കഴിഞ്ഞാൽ സ്ഥായിയായി നിലനിൽക്കും. താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ താങ്കൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വന്നു, ഇവിടെ MG കോളേജിലെ മാറിവാ ന്യൂസിലൊക്കെ പഠിച്ചു, എന്ത് ജോലിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം? അഭിഭാഷകർക്ക് ആണ് അഡ്വക്കേറ്റ്. 10 വർഷം പ്രാക്ടീസ് ചെയ്തു, 10-12 വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നന്നായിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇന്നും ലൈവായിട്ട് ആ പ്രാക്ടീസിൽ നിൽക്കാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരാളാണ്. പിന്നെ ഏറ്റവും ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരി ആ പ്രവർത്തനം ആസ്വദിച്ച്, അതും രാവിലെ ഒരു 8 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ 5 മണി വരെ കോടതിയിലുണ്ടാവും. ഞങ്ങളുടെ കേസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ഈ ഇപ്പോൾ രാമപിള്ള സാറൊക്കെ ഉൾപ്പെടെയുള്ള വക്കീലന്മാർ എറണാകുളത്ത് നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കേസുകൾ നടത്തുമ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ബാക്കി സമയം ഓഫീസിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു 10-12 വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്നിട്ട് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ 2010 ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. അപ്പോൾ അത് പൊളിറ്റിക്സിൽ ഇത്രയായിട്ടുള്ള അഭിഭാഷകർത്തിൽ വളരെ സീരിയസ് ആയിട്ട്. എന്താണ് താങ്കളുടെ ഒരു പ്രത്യേക ഹോബി? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്തെങ്കിലും? മുഴുവൻ സമയം ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിലും സിനിമ അങ്ങനെയൊക്കെയുള്ള പരമാവധി സമയം വായിക്കാൻ പറ്റുന്ന സമയം ഇപ്പോൾ സമയം കിട്ടുന്ന കുറവാണ്. ഈ മുമ്പൊക്കെ യുവമോർച്ച സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നപ്പോഴേക്കും ദീർഘദൂര കാർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കാനും വായിക്കാനും വേണ്ടി സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയതുകൊണ്ടും ഈ ടൗണിൽ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം സ്ഥലത്ത്, ഇതിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ എത്തും. അതുകൊണ്ട് തന്നെ സമയം കുറവാണ്, എങ്കിലും വായിക്കാൻ പറ്റിയിടത്തോളം വായിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. രാഷ്ട്രീയ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയുണ്ട്? ഇപ്പോൾ താങ്കൾ തലസ്ഥാനത്തിൻ്റെ മേയറായി, വീട്ടിലെ മേയർ ആരാണ്? വീട്ടിലെ കാര്യങ്ങളിൽ നല്ല ശതമാനം ഭാര്യ തന്നെയാണ്. കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റി ഇല്ല, ഭാര്യ ഹൗസ് വൈഫാണ്. PG കഴിഞ്ഞിട്ട് ഹൗസ് വൈഫാണ്. പിന്നെ താൽക്കാലിക ജോലികൾ ചിലതുണ്ടായിരുന്നു. അപ്പോൾ MCA കഴിഞ്ഞാണ് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ, ഞാനിപ്പോൾ ഫുൾ പൊളിറ്റിക്സിൽ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർ ഒരാൾ LLB ഫസ്റ്റ് ഇയർ, ഒരാൾ 8ാം ക്ലാസ്സിൽ KV പട്ടം. അപ്പോൾ ഭാര്യ തന്നെയാണ് നോക്കുക. പിന്നെ ഞാൻ ഇടപെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഡിസ്കസ് ചെയ്യും. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തു പോകും. വീട്ടിലെ മേയർ ഭാര്യ തന്നെ. വീട്ടിലെ മേയർ ഇപ്പൊ താങ്കളുടെ ഈ മേയർ പദവിയിലെത്തിയ കാണാൻ അച്ഛനും അമ്മയും എല്ലാം അമ്മ വന്നിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. അമ്മ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ? ഒരു ചേച്ചിയാണ് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അവിടെ മുളവന വാമനോ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. സന്തോഷം. താങ്ക് യു.